ഹായ് എവരിവൺ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയൊരു സോഫ്റ്റ്വെയറാണ് ഇൻഡിസൈൻ. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു തുടരുമ്പോൾ PCയോ കമ്പ്യൂട്ടറോ നിങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. ഒരു 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ബ്രേക്ക് എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഒന്ന് ഫ്രഷ് മൈൻഡ് ആയിരിക്കും. അത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഡോബി ഇൻഡിസൈൻ എന്ന് പറയാൻ നേരം അതൊരു സോഫ്റ്റ്വെയർ, അതായത് ടെക്സ്റ്റുകളും ഇമേജുകളും കൊണ്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ പേജുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. അതെവിടെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ നേരം, മാഗസീൻ ക്രിയേറ്റ് ചെയ്യാൻ നേരം, ബ്രോഷേഴ്സ്, പോസ്റ്ററുകൾ ഇങ്ങനെയൊക്കെ നിർമ്മിക്കാൻ നേരം നമുക്ക് എന്ത് ചെയ്യുന്നു, ഒന്നോ ഒന്നിൽ കൂടുതലോ പേജുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടിയാണ് അഡോബി ഇൻഡിസൈൻ ചുരുക്കം പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ അഡോബി ഇൻഡിസൈൻ തിരഞ്ഞെടുത്തത് എന്ന് പറയാൻ നേരം, നമുക്ക് ഒരുപാട് പേജുകൾ വരാൻ നേരം, അതായത് മൾട്ടി പേജുകൾ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ലാഗ് ഇല്ലാതെ അല്ലെങ്കിൽ സ്ലോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ അഡോബി ഇൻഡിസൈൻ സോഫ്റ്റ്വെയർ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോബി പേജ് മേക്കറാണ്. അഡോബി പേജ് മേക്കർ ഓൾഡർ വെർഷൻ അല്ലെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, പുതിയൊരു സോഫ്റ്റ്വെയർ അവർ ലോഞ്ച് ചെയ്തു. 1999 ലോഞ്ച് ചെയ്തു. അതാണ് അഡോബി ഇൻഡിസൈൻ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിങ്ങിനും ഡിജിറ്റൽ യൂസിനും. പ്രിൻ്റ് എന്ന് പറയാൻ നേരം ബുക്ക്, മാഗസീൻ, ബ്രോഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ ഡിജിറ്റൽ യൂസ് വരാൻ നേരം നമുക്ക് PDF അല്ലെങ്കിൽ ബുക്കുകൾ, ഇപ്പോൾ PDF പോയി കഴിഞ്ഞാൽ നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് നമ്മൾ ജമ്പ് അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലോട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളത്. അതേപോലെ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റുകളിലൊക്കെ റീഡ് ചെയ്യുന്ന ബുക്കുകൾ. അപ്പോൾ അങ്ങനെ അതിനൊക്കെയാണ് നമുക്ക് ഈ അഡോബി ഇൻഡിസൈൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഇൻഡിസൈൻ ഫോട്ടോഷോപ്പിൽ നിന്നും ഇല്ലുസ്ട്രേറ്ററിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഫോട്ടോഷോപ്പ് നോക്കുമ്പോൾ അത് റാസ്റ്റർ ബേസ്ഡ് അല്ലെ പിക്സൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം അത് കൂടുതലും ഉപയോഗിക്കുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യാനും അല്ലെ റീടച്ച് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫോട്ടോഷോപ്പ് മാത്രം അറിയാവുന്ന ആളുകൾ ഡിസൈൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ലോങ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു കൂടുതൽ മൾട്ടി പേജുകൾ നിർമ്മിക്കുന്ന ഡിസൈനുകൾ വരുമ്പോൾ അത് ഒട്ടും പറ്റത്തില്ല, ഫോട്ടോഷോപ്പ് പറ്റില്ല. എന്നാൽ ഇല്ലുസ്ട്രേറ്ററിലേക്ക് നമ്മൾ കടക്കാൻ നേരം അതൊരു വെക്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെന്നറിയാം. നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ലോഗോകൾ, ഐക്കണുകൾ, ഇല്ലുസ്ട്രേഷൻസുകൾ, വെക്ടർ ഡ്രോയിങ്ങുകൾ, അതുപോലെ തന്നെ സിംഗിൾ പേജ് വരുന്ന പോസ്റ്ററുകൾ, ബാനറുകൾ, ബ്രോഷേഴ്സുകൾ അങ്ങനെയൊക്കെ നിർമ്മിക്കാൻ ഇല്ലുസ്ട്രേറ്റർ നല്ലതാണ്. എന്നാൽ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ആർട്ട് ബോർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 20-30 പേജുകളുള്ള ബുക്കുകളൊക്കെ നിർമ്മിക്കണമെങ്കിൽ അല്ലെങ്കിൽ മാഗസീൻസ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അത് നിർമ്മിക്കാൻ പറ്റും. എന്നാൽ ഭയങ്കര ലാഗാണ്, നമുക്ക് അത്ര സ്മൂത്തായിട്ട് വർക്ക് ചെയ്യത്തേയില്ല ഇല്ലുസ്ട്രേറ്ററിനകത്ത്. അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇൻഡിസൈൻ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇൻഡിസൈൻ വരാൻ നേരം ഒരുപാട് പേജുകൾ നമുക്ക് നിർമ്മിക്കാം. എന്ന് ചുരുക്കം പറഞ്ഞാൽ ഒരു ലേ ഔട്ട് ആൻഡ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ എന്ന് വേണേൽ പറയാം. ടെക്സ്റ്റുകളും ഇമേജുകളും കൊണ്ട് ഗ്രാഫിക്സുകളും കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പേജുകൾ നമുക്ക് നിർമ്മിക്കാം. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റൈലുകൾ അല്ലെങ്കിൽ പേജ് നമ്പറുകൾ, ഒരേ ഡിസൈനുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ആവർത്തിക്കാനായിട്ട് കുറേ ഓപ്ഷനുകളൊക്കെ അതിനകത്തുണ്ട്. എന്നിരുന്നാൽ തന്നെ ഈ ഇൻഡിസൈനകത്ത് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ റീടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇല്ലുസ്ട്രേഷൻസോ ഐക്കൺസോ ഇപ്പോൾ ലോഗോ ഒക്കെ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം ടെക്സ്റ്റും ഇമേജുകളും കൊണ്ട് ഗ്രാഫിക്സുകൾ കൊണ്ട് പേജുകൾ നിർമ്മിക്കുക എന്നുള്ളൊരു ഉപയോഗമാണ് ഇൻഡിസൈനകത്ത് കൂടുതലും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിസൈൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന വെൽക്കം സ്ക്രീനാണ് ഇവിടെ കാണിക്കുന്നത്. മെനു ബാർ ഉണ്ട്, അതുപോലെ തന്നെ മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെൽക്കം സ്ക്രീനകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസൈൻ പ്രീ ഫ്ലൈറ്റ് പബ്ലിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡിസൈൻ ചെയ്യുക, പ്രീ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറത് ചെക്ക് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതുപോലെ പബ്ലിഷ് ചെയ്യുക. പിന്നെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്യാനൊരു ബട്ടൺ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ഉണ്ട്. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകളുണ്ട്, ഓപ്പൺ ആക്കാൻ വേണ്ടി ഓപ്പൺ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഫയൽ ന്യൂ ക്രിയേറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള രീതി അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ബുക്കുണ്ട്, ഇപ്പം എന്ന് പറഞ്ഞാൽ മൾട്ടി പേജുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റീയൂസ് ചെയ്യേണ്ട ഐറ്റംസ്, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റുകളോ ഷേപ്പുകളോ ഐക്കണുകളോ ഇമേജുകളോ ഒക്കെ നമുക്ക് വീണ്ടും ഡിസൈനുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അത് സേവ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ലൈബ്രറിക്കകത്ത്. അപ്പോൾ ഇവിടെ ലൈബ്രറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് അവിടെ സേവ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൈബ്രറിയുടെ പാനൽ നമുക്ക് ഓപ്പൺ ആക്കി സൈഡിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
ഡ്രാഗ് ചെയ്തിട്ട് അല്ല സേവ് ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് പറ്റും. അത് കുറച്ചുകൂടെ റീയൂസബിൾ ആണ്, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ കാണിച്ചു തരാൻ വഴിയെ ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ റീസെൻ്റ്ലി ചെയ്ത അളവുകൾ ഇവിടെ കാണിക്കും. ഞാൻ റീസെൻ്റ്ലി എന്താണോ അളവുകൾ എടുത്തത് ആ അളവുകളായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അളവുകൾ കാണിക്കാം. സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ അളവുകൾ കൊടുത്ത ശേഷം ഈ സേവ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് പേര് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ സേവ് പ്രീസെറ്റ് എന്നുള്ള രീതി ഇവിടെ വന്ന് കിടക്കും. അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യുന്ന അളവുകൾ, നിങ്ങൾക്ക് A4 A3 ഷീറ്റുകളുടെ അളവുകളൊന്നും അറിയില്ല എങ്കിൽ ഇവർ തന്നെ തന്നിരിക്കുന്ന അളവുകളായിരിക്കും. അതേ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ പേര് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. A3യുടെ അളവ് വരും, A4 ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ വെബ് ബാനറുകൾ അളവുകൾ A4 ലെറ്റർ സൈസ് അങ്ങനെയുള്ള വെബ് ബാനറിൻ്റെ അളവുകൾ തരുന്നതുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അതുപോലെ മൊബൈൽ സ്ക്രീനിൽ ഡിസൈൻ ചെയ്യേണ്ട അങ്ങനെയുള്ള അളവുകൾ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാറ്റുമ്പോൾ ഒക്കെ ഒരു കാര്യം ഇവിടെ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റുകൾ ഇവിടെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ റീസെൻ്റിലേക്ക് വരികയാണ്. റീസെൻ്റിലേക്ക് വരാൻ നേരം വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ അഡോബി സ്റ്റോക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജുകളോ ഗ്രാഫിക്സുകളോ ഇല്ലെങ്കിൽ ടെംപ്ലേറ്റുകളോ ഒക്കെ നിങ്ങൾക്ക് അഡോബി സ്റ്റോക്ക് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനകത്തുനിന്ന് നമുക്ക് ഡയറക്റ്റ്ലി സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം, അതിനകത്തും സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തിടാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ അളവുകൾ ഇവിടെ കൊടുക്കുമ്പോൾ ഞാനിവിടെ പേര് ഇവിടെ കൊടുക്കുക ആദ്യം. അതുപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും വീതിയും നീളവും കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ യൂണിറ്റ് നിങ്ങൾ പരിശോധിക്കുക. യൂണിറ്റ് നോക്കുമ്പോൾ പോയിൻ്റ് ഉണ്ട്. ഏറ്റവും മിനിമം അല്ലെങ്കിൽ ഏറ്റവും ലീഡിങ് പാരഗ്രാഫും ഒക്കെ നമ്മൾ നോക്കാൻ നേരം അതിനകത്തൊക്കെ വളരെ മൈന്യൂട്ട് പോയിന്റുകൾ വരാൻ നേരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ലീഡിങ് അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ ലീഡിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ പിക്കാസ് വരാൻ നേരം നമുക്ക് അതേപോലെ തന്നെ ക്യാരക്ടർ ഉപയോഗിക്കാവുന്നൊരു യൂണിറ്റാണ് പിക്കാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ബാക്കിയുള്ളതെല്ലാം വരുന്ന ഒരു കൺട്രി ബേസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. US ബേസ്ഡായിട്ട് പ്രിൻറ്റിങ്ങിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഇഞ്ചസ് ആണ്. എന്നാൽ മില്ലിമീറ്റർ സെൻറ്റിമീറ്ററും വരാൻ നേരം നമ്മൾ യൂറോപ്പിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമൊക്കെ യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യൻസിലും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സെൻറ്റിമീറ്റർ മില്ലിമീറ്ററുമാണ്. സിസറോസ് വന്നു കഴിഞ്ഞാൽ സെയിം ലൈക്ക് പിക്കാസാണ്, ജർമ്മനിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്. അതുപോലെ അഗേറ്റ്സ് ഉണ്ട്. അഗേറ്റ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ കോളംസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അഗേറ്റ്സ്. പിക്സൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഡിജിറ്റൽ മീഡിയകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ഡിസൈനുകളൊക്കെ വരാൻ നേരം നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പിക്സലുകൾ. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഇഞ്ച്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, പിക്സലുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓറിയൻറ്റേഷൻ ഉണ്ട്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഫോൺ നേരെ പിടിക്കുന്നത് ചരിച്ച് പിടിക്കുന്നത് സെയിം അതുപോലെ തന്നെയാണ് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് വരുന്നത്. നീളവും വീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഞാൻ പിക്ക് ഒന്ന് മാറ്റിയേക്കാം, മില്ലിമീറ്റർ കൊടുത്തേക്കാം. ഓക്കെ. അതുപോലെ തന്നെ പേജ് വരാൻ നേരം ഇവിടെ ഒരു പേജാണ് ഇവിടെ കിടക്കുന്നത്. പേജുകളുടെ എണ്ണം എത്ര വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫേസിംഗ് പേജസ് വരാൻ നേരം നമുക്ക് ഒന്നിനോടൊന്ന് ലെഫ്റ്റും റൈറ്റും ഒന്നിനോടൊന്ന് മിക്സായി പൊയ്ക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഫേസിംഗ് പേജസ് ഒന്ന് ടിക്ക് ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം. ഒരു പേജല്ല, ഒരു 10 പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 10 പേജ് ക്ലിക്ക് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാൻ നേരം ഇപ്പോൾ ഇവിടെ താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നിനോടൊന്ന് ഒന്നാമത്തെ പേജ് 2, 3, 4, 5 എന്നുള്ള രീതി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇമേജുകളോ ടെസ്റ്റുകളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ, ഇല്ലെങ്കിൽ മാഗസിൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും സെപ്പറേറ്റ് നമ്മൾ തുറക്കാൻ നേരം എന്ത് ചെയ്യുന്നു, അല്ലാതെയാണ് പേജുകൾ വരുന്നത്. പക്ഷേ സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാപ്ലർ ചെയ്യുന്നത്. അപ്പോൾ പേജുകളുടെ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഫേസിംഗ് പേജസ് ലെഫ്റ്റും റൈറ്റുമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യുന്നു. അല്ലാതെ ആണെങ്കിൽ ഒന്നിനോടൊന്ന് താഴോട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്തത് വരുന്ന പ്രൈമറി ടെസ്റ്റ് ഫ്രെയിമാണ്. പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പേജ് 1 കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത ശേഷം ഫയൽ പ്ലേസ് എന്നുള്ള രീതിയിൽ കൊടുത്ത ശേഷം ഇപ്പോൾ ഒരു പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റ് ഞാൻ വേർഡിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനോട് പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്യാൻ നേരം ഇപ്പം ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ആ ടെസ്റ്റിനെ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാൻ നേരം ഇവിടെ കാണിക്കും. താഴോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ താഴോട്ട് പേജുകളൊന്നും വന്നിട്ടില്ല, ഒറ്റ പേജേ വന്നിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന കണ്ടൻറ്റ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഫയൽ ന്യൂ ഡോക്യുമെൻറ്റ് കൊടുക്കാൻ നേരം അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്യാൻ നേരം ഞാൻ ഇതുപോലെ തന്നെ പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം ജസ്റ്റ് എനേബിൾ ചെയ്യുന്നു. ഓക്കെ. ഒരു പേജ് തന്നെ ഉള്ളൂ. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതേ അളവിൽ തന്നെയുള്ള പേജാണ്. അതേപോലെ തന്നെ ഫയൽ പ്ലേസ് കൊടുത്ത ശേഷം അതേ ഡോക്യുമെൻ്റ് തന്നെ എടുത്ത് വെക്കുന്നു. ഇപ്പോൾ വെക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് 2 പേജ് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ 3 പേജാണ് വന്നിരിക്കുന്നത് ഇവിടെ.
അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 3 പേജുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് കണ്ടൻറ്റ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പേജ് 3 കാണാം. ഈ ടെസ്റ്റ് കണ്ടൻറ്റ് ഇത്രയും ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും പേജ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റ് കണ്ടൻറ്റ് താഴോട്ട് വന്നിട്ടില്ല. ഇതിനകത്ത് എത്ര പേജിനകത്ത് എത്രയും ടെസ്റ്റുകളുണ്ടോ അത്രയും മാത്രമേ കാണിക്കുള്ളൂ. താഴെയുള്ള നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഈ റെഡേ ക്ലിക്ക് ചെയ്ത് നമ്മൾ കോപ്പി എടുത്തിട്ട് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വരും. അപ്പോൾ നിങ്ങൾക്ക് മറ്റേത് പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പേജ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് അതായത് ടെസ്റ്റ് ഒരുപാടുണ്ട്, നമുക്ക് എത്ര പേജുകളാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എങ്കിൽ, അത് ടെസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു പേജ് ഇട്ട ശേഷം എന്ത് ചെയ്യുക, പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പേജുകൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഞാനിപ്പോൾ തൽക്കാലം മില്ലിമീറ്റർ കൊടുക്കുകയാണ് യൂണിറ്റ്. ഇത് യൂണിറ്റേ മാറുന്നുള്ള, അളവുകൾ മാറുന്നില്ല കേട്ടോ. യൂണിറ്റ് ഇന്ന അളവുകൾ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, പ്രൈമറി ടെസ്റ്റ് ഫ്രെയിം പഴയ പോലെ ഓഫാക്കി കൊടുത്തു. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ കോളം എത്ര കോളമാക്കി ഡിവൈഡ് ചെയ്യണോ അതിൻ്റെ ഗ്യാപ്പാണ് കോളം കട്ടർന്ന് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാർജിൻ എന്ന് പറയുമ്പോൾ മുകളിൽ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് എത്രയാണോ അളവുകൾ കൊടുക്കുന്നത് അതിന് അളവിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഇല്ലുസ്ട്രേറ്ററിനകത്തൊക്കെ സെയിം അതുപോലെ തന്നെയാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലീഡാണ്. ബ്ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് എഡ്ജിലേക്ക് വൈറ്റ് അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ വൈറ്റ് മാർക്കില്ല, വൈറ്റ് ബോർഡർ അവിടെ വീഴും. കാര്യം നമ്മൾ ബ്ലേഡ് കൊടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യും, എഡ്ജിൻ്റെ ഭാഗത്ത് ബ്ലേഡ് കട്ടാകുന്ന ആ ഒരു ഭാഗം വൈറ്റ് കളർ അവിടെ കാണപ്പെടും. അപ്പോൾ അത് കാണപ്പെടാതിരിക്കാൻ വേണ്ടി 3 mm നമ്മൾ കൊടുക്കേണ്ടി വരും. അതൊരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൊടുക്കുന്ന ബ്ലേഡാണ്. അതിൻ്റെ അളവാണ് 3 mm അല്ലെങ്കിൽ 0.3 cm ആണ് നമ്മൾ കൊടുക്കുന്നത്. ബ്ലീഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനകത്ത് തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത സ്ലഗ് എന്ന് പറയുന്നത് ബ്ലീഡിന് പുറമെ, അതായത് ബ്ലീഡിനും വെളിയിലും നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കേണ്ടതായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കളർ കൊടുക്കേണ്ടി വരുന്നതോ അല്ലെങ്കിൽ പ്രിൻറ്റിങ് ഇൻസ്ട്രക്ഷൻസോ അങ്ങനെയൊക്കെയുള്ള നോട്ട് ചെയ്ത് വെക്കേണ്ടി വരുവാണെങ്കിൽ ഈ പറയുന്ന ബ്ലീഡ് എത്ര വെളിയിലോട്ട് കൊടുക്കണം, അപ്പോൾ നമുക്ക് അതിൻ്റെ വെളിയിലൊക്കെ ചുമ്മാ എഴുതി വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊന്നും നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിന് ഈ ബ്ലീഡോ കാര്യങ്ങളോ ഒന്നും സ്വാധീനിക്കത്തില്ല. ഫൈനൽ ഔട്ട്പുട്ട് വരാൻ നേരം ബ്ലീഡ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. 3 mm നമ്മൾ കൊടുക്കുന്നത് അറിയാമല്ലോ, എഡ്ജിനകത്തോട്ട് സൈഡിൽ നിൽക്കുന്ന ഡിസൈൻ കുറച്ചുകൂടെ നമ്മൾ എൻലാർജ് ചെയ്ത് വെളിയിലോട്ടും തള്ളി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. സ്ലഗും അതുപോലെ തന്നെ അത് ഫൈനൽ ഔട്ട്പുട്ടിലൊന്നും വരത്തില്ല. അത് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് സൈഡിലൊക്കെ വെക്കാൻ വേണ്ടി മാത്രമാണ്. റിസൾട്ടിനകത്ത് അത് ബാധിക്കത്തില്ല. ഓക്കെ, അതിനുവേണ്ടിയാണ് സ്ലഗിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ അത് ചെയിനൊക്കെ ഓണാക്കിയിട്ട് നമുക്ക് അളവിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇത്രയും വരുന്ന ന്യൂ ഡോക്യുമെൻറ്റിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പേ താണ്ട ഈ മാർജിൻ ഇവിടെ 12.7 mm ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു പേജ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എത്രാമത്തെ പേജിലാണ്, ഇപ്പോൾ 100 പേജൊക്കെ ഉണ്ട്, എത്രാമത്തെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു A4 സൈസിൻ്റെ അളവൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതാണോ അളവ് അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുക. ലാൻഡ്സ്കേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കാണിച്ചിരുന്നു, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ഇതിനകത്തേക്ക് കിടക്കുന്നു. ഇൻഡിസൈൻ സോഫ്റ്റ്വെയറിനകത്തേക്ക് കിടക്കുമ്പോൾ ഈ കാണിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് വർക്ക് സ്പേസ്. ഈ വർക്ക് സ്പേസിനകത്ത് നടുക്ക് നമ്മൾ ഡോക്യുമെൻ്റ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇടത് സൈഡിൽ കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മുടെ ടൂൾസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിസൈൻ്റെ ഐക്കണ് കിടപ്പുണ്ട്. ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെനു ബാർ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ ക്വിക്ക് അസസ് ബാർ അല്ലെങ്കിൽ ക്വിക്ക് മെനു എന്നൊക്കെ ഉള്ള രീതിയിൽ പെട്ടെന്ന് പബ്ലിഷ് ഓൺലൈൻ ചെയ്യേണ്ടത്, നിങ്ങളെ ബുക്കൊക്കെ ആണെങ്കിൽ മാഗസിനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഓൺലൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫയൽ എക്സ്പോർട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ഈ ഒരു വർക്ക് സ്പേസ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്വാൻസിൽ മാറ്റിയിട്ട് പല വർക്ക് സ്പേസുകളുണ്ട്, അതിങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതല്ല നമ്മുടെ ഫോട്ടോയൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അഡോബിനകത്തു നിന്നൊക്കെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇമേജുകളൊക്കെ എടുക്കണമെങ്കിലോ സെർച്ച് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഗ്രാഫിക്സുകളൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം. പിന്നെ മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാനൽ ഇതെന്ന് പറയുന്നത് കൺട്രോൾ ബാറാണ് വരുന്നത്. അപ്പോൾ ഈ കൺട്രോൾ ബാർ വരാൻ നേരം ഇത് ഇൻ കേസ് കണ്ടില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ കൺട്രോൾ ഇവിടുന്ന് നമുക്ക് ഓണാക്കി കൊടുക്കാം. കൺട്രോൾ Alt 6 ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ കാണത്തില്ല, കണ്ടോ. അപ്പോൾ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന കുറേ പാനലുകളാണ് കിടക്കുന്നത്. ഇതൊരു അഡ്വാൻസ്ഡ് വർക്ക് സ്പേസ് ആയതുകൊണ്ടാണ് ഈ പാനലുകളെല്ലാം, ഇപ്പോൾ പേജിൻ്റെ പാനലുണ്ട്, ലെയറിൻ്റെ ഉണ്ട്, ലിങ്കിൻ്റെ ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്, സ്വാച്ചസ്, ഗ്രേഡിങ്, ഇങ്ങനെ CC ലൈബ്രറി ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫയൽ ന്യൂ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നേരം നമുക്ക് ഇമേജുകളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ റീയൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ടാൽ മതിയാകും. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും.
അതിനൊക്കെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നിനും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഒരുപാട് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വർക്ക് സ്പേസ് തന്നെ. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പല ആളുകൾക്കും പലതായിരിക്കും ഉപയോഗം വരുന്നത്. ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി എന്നല്ല. നമുക്കൊരു ഡിജിറ്റൽ പബ്ലിഷ് ചെയ്യണം, ഒരു ഇ ബുക്കാണ്, ഇൻ്റർനെറ്റ് ബുക്ക് ഇല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലൊക്കെ ഉള്ള ഉപയോഗമാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കതിനുള്ള ആവശ്യം ഇത് മതിയായിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ പബ്ലിഷിങ് ഇൻ്റർനെറ്റ് മാത്രമല്ലാതെ സോഷ്യൽ മീഡിയകളിലോ അതുപോലെ തന്നെ സ്ക്രീനിൽ പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ പബ്ലിഷ് ചെയ്യും, ഇൻ്റർനെറ്റും ആകാം, അതല്ലാതെ സ്ക്രീനിൽ കാണിക്കേണ്ട കാര്യങ്ങളും ആകാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ പബ്ലിഷിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എസെൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം, ഇൻഡിസൈൻ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇടുന്നതെങ്കിൽ, ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതാണ് ഇടുന്നതെങ്കിൽ ഈ കൺട്രോൾ ബാർ വന്നിട്ടില്ല, കൺട്രോളിൻ്റെ ആ ഒരു ബാറേ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തിരിച്ച് വരുന്നു. എസെൻഷ്യൽ ക്ലാസിക് ആണെങ്കിൽ പഴയ ഇൻഡിസൈനൊക്കെയാണ് ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ പേജ് മേക്കറൊക്കെയാണ് ഫോളോ ചെയ്ത് വരുന്നതെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് ചെയ്തു പോകാനായിട്ട് കുറച്ചുകൂടെ നല്ല എസെൻഷ്യൽ ക്ലാസിക് ആയിരിക്കും. അതുപോലെ ഇന്ന് PDF ഉള്ളതുകൊണ്ട് ടൈപ്പോഗ്രാഫി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അതെല്ലാം നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂ വർക്ക് സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഈ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളതെല്ലാം ഞാൻ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോപ്പർട്ടീസ് എടുത്ത് വലത്തോട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ വിൻഡോയ്ക്കകത്തൊന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ കൂടെ എടുക്കുന്നു. ചുമ്മാതെ എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടേക്ക് ഈ സൈഡിലോട്ട് കൊടുക്കും. അപ്പോൾ ഈ രണ്ട് സൈഡ് കിടക്കുന്നു. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 1, 2 ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത ശേഷം വർക്ക് സ്പേസ്, ന്യൂ വർക്ക് സ്പേസ്. അപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഓരോന്ന് ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഇതിനകത്തേക്കാണ് കാണിക്കുന്നത്, ഒരു ബ്ലൂ പോലെ കാണിക്കും. ഈ ലെഫ്റ്റ് സൈഡിലാക്കാണ് അവിടെ ലൈൻ പോലെ ബ്ലൂ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ഹോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോഴേ അത് കാണിക്കും അതെവിടെയാണ് കിടക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പിടിച്ചിടാവൂ. അതിനുശേഷം വർക്ക് സ്പേസ്, ന്യൂ വർക്ക് സ്പേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, അതല്ല എങ്കിൽ ആ വർക്ക് സ്പേസിന് പേര് കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, പേര് കൊടുക്കുകയാണ്, ക്യുക്ക് എന്നുള്ള രീതി ഞാൻ കൊടുക്കുകയാണ്. ക്യുക്ക് എന്നുള്ള രീതി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്ത ശേഷം ഇതിനെ ഞാൻ അലങ്കോലമാക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലങ്കോലമാക്കിയ ശേഷം ഈ ടൂൾ ബാർ ഉൾപ്പെടെ ഞാൻ അലങ്കോലമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു വർക്ക് സ്പേസ് ഇടുകയാണ്. ഒന്നെങ്കിൽ വേറെ വർക്ക് സ്പേസ് ഇടാം, അല്ലെങ്കിൽ ക്യുക്കാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പം ബുക്ക് ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ ക്വിക്കിലേക്ക് വരാൻ നേരം അത് അലങ്കോലമായി തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അതിനൊന്ന് റീസെറ്റ് ചെയ്യാം. വർക്ക് സ്പേസ് എവിടെ ക്യുക്കെന്ന് കിടപ്പുണ്ട്, അതിനെ ഒന്ന് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയാണോ കിടന്നിരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ വരാൻ പറ്റും. കണ്ടോ? അപ്പോൾ പ്രോപ്പർട്ടീസും ഇൻഫർമേഷനും അതേപടി തന്നെ വന്നിട്ടുണ്ട്. എന്ന് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതിനാണ് വിൻഡോ, വർക്ക് സ്പേസ്, ന്യൂ വർക്ക് സ്പേസ്. അപ്പോൾ അത് സേവ് ചെയ്ത ശേഷം നിങ്ങൾ അലങ്കോലമാക്കിയാലും അത് സേവ് ആയി കിടക്കുന്നത് കൊണ്ട് അപ്പോൾ അതെന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യുമ്പോൾ വളരെ പഴയ രീതിയിൽ അത് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ ക്ലാസിക്കിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതാണ്ട് ലേയേഴ്സ് ഇങ്ങനെ ഇതൊക്കെ അലങ്കോലമായി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നത്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച, അതായത് ഞാൻ നേരത്തെ ഉപയോഗിച്ചപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഒന്ന് റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പഴയ പോലെ ആകും. റീസെറ്റ് കണ്ടോ, ഇങ്ങനെയാണ് നേരത്തെ കിടന്നിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിടക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിൻ്റെ അളവുകൾ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അളവ് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ഫയല്, ഡോക്യുമെൻറ്റ് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ, നമ്മുടെ ഡോക്യുമെൻറ്റ് അല്ലെ പേജ് സൈസ് എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത്. ഡോക്യുമെൻറ്റ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻ്റ് ആണോ നിങ്ങളുടെ ഉപയോഗം, വെബാണോ മൊബൈലാണോ എന്നുള്ള രീതിയിൽ അത് ഡയറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പ്രിൻറ്റും അതുപോലെ തന്നെ വെബും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ എന്നുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ DP വരാൻ നേരം ഒരു 72 ഒക്കെയാണ്, 72 150 ഒക്കെയാണ് വരുന്നത് നമ്മൾക്ക് ഈ വെബിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻറ്റ് വരാൻ നേരം 300 ആണ് കൊടുക്കുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ സൈസിലാണ് വരുന്നത്. അതുപോലെ തന്നെ കളറും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ പേജ് കൊടുക്കാൻ നേരം പേജ് 100. അതുപോലെ തന്നെ ഈ വെബിനൊന്നും നമുക്ക്, അതായത് ഈ ബുക്ക് ഇല്ലെങ്കിൽ മാഗസീനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അതിന് ബ്ലീഡ് സ്ലഗും കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പ്രിൻറ്റിനാണ് ബ്ലീഡ് സ്ലഗും ഒക്കെ കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത് ബ്ലീഡ് സ്ലഗ് ഇട്ട് കാണിക്കാൻ നേരം നിങ്ങൾക്ക് എന്താണ് മാറ്റം വരുന്നത് നോക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3 mm കൊടുക്കുന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 mm കൊടുക്കുന്നു. ഇവിടെ ചെയിൻ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ വരും. ആ ലിങ്കാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് മാർജിൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമനുസരിച്ച് എന്ത് ചെയ്യാം, ഈ ലിങ്ക് ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പും മാർജിനും ഒക്കെ, അതാണ് ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നത്.
അളവുകളൊക്കെ വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം മാറ്റി കൊടുക്കാം. പേജുകളും കാര്യങ്ങളും എല്ലാം മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു എഡ്ജിൽ വരുന്ന ഈ ഒരു പിങ്ക് ലൈനാണ് ബ്ലീഡ് എന്ന് പറയുന്നത്. ഇതിനിപ്പുറം വരുന്നതാണ് സ്ലഗ് എന്ന് പറയുന്നത്. ഇവിടെ ചുരുക്കം പറഞ്ഞാൽ സ്ലഗിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനനുസരണം എഴുതി വെക്കാൻ, അത് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാവുന്നതൊക്കെയാണ്. അത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരം അത് കാണിക്കത്തില്ല, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അത് നിങ്ങൾ ഇതിന് വെളിയിലേ വെക്കാവൂ, അതായത് ഈ പറയുന്ന പേജിന് വെളിയിലേ വെക്കാവൂ. അതുപോലെ തന്നെ ബ്ലീഡ് വരാൻ നേരം നിങ്ങൾ ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ അതിന് ഞാൻ കളർ ഇപ്പോൾ ബ്ലാക്കാണ് എന്ന് കരുതുക. അപ്പോൾ ഈ എഡ്ജ് വരെ ഉണ്ട്. അപ്പോൾ ഈ എഡ്ജ് വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എഡ്ജിന് വെളിയിലോട്ട് ഇത്രയും കൊടുക്കണം. ഇതാണ് ഈ പറയുന്നത്. അതായത് ഈ എഡ്ജിൽ വരുന്ന കാര്യം എന്ത് ചെയ്യണം, ഈ ബ്ലീഡിന് അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെളിയിലോട്ട് തള്ളി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവം, ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന പേപ്പർ കട്ട് വരാൻ നേരം എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടോട്ടായിരിക്കും കട്ട് വരുന്നത്. ഇവിടോട്ട് കട്ട് വരാൻ നേരം ഈ ഒരു ഭാഗം വൈറ്റായിട്ട് കാണിക്കും. ഓക്കെ, ആ ബ്ലേഡിൻ്റെ തിക്ക് അനുസരിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ബ്ലേഡ് കൊടുക്കാൻ നേരം ഈ എഡ്ജിൽ വരുന്ന ഡിസൈനുകൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഈ എഡ്ജിലോട്ട് കൊടുക്കുന്നത്. അതായത് ആ ഒരു 3 മില്ലിമീറ്റർ 0.3 സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ വെളിയിലോട്ട് തള്ളി കൊടുക്കും. അതിനാണ് ബ്ലേഡ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മൾ ഈ എഡ്ജിലൊന്നും കൊണ്ട് വെക്കാറില്ല, അകത്തേക്ക് മാർജിനകത്തൊക്കെ അല്ലേ വെക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റുകൾ നിങ്ങൾ അത്രയും പേടിക്കേണ്ട. ഇമേജുകൾ, ആളുകളുടെ ഇമേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പുകളോ ഒക്കെ വരുവാണെങ്കിൽ ആ എഡ്ജിലൊക്കെ തള്ളി കൊടുക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. എന്നാൽ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ടൂൾസാണ് നമ്മൾ നോക്കുന്നത്. ടൂൾ പാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂള്, നമ്മൾ ഈ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ഒക്കെ പഠിച്ച ശേഷമാണ് ഇത് പഠിക്കുന്നതെങ്കിൽ, ഇൻഡിസൈൻ പഠിക്കുന്നതെങ്കിൽ ടൂൾ ബാർ അല്ലെങ്കിൽ ഓരോ ടൂളുകളും വളരെ വളരെ എളുപ്പമാണ് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ്, വളരെ സിമ്പിൾ ടൂളായിട്ട് നമുക്ക് പറഞ്ഞു തരാനായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂസ് ചെയ്യാനായി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാണിത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ മാത്രം ഇപ്പോൾ പറയുന്നു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ടൂളുകളെല്ലാം പറഞ്ഞു തരാം. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും മൂവ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമുക്ക് വലിപ്പം കൂട്ടാനോ ഒക്കെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ടൂളാണ് സെലക്ഷൻ ടൂള്. അതിൻ്റെ V ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് കട്ട് മാറി ഇതിലോട്ട് മാറുന്നതായിരിക്കും. അത് ഡയറക്റ്റ് സെലക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്തെങ്കിലും ഫ്രെയിമുകളോ കാര്യങ്ങളോ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷേപ്പുകളൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആങ്കർ പോയിൻറ്റുകളെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡയറക്റ്റ് സെലക്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ടൂള് ഇതാണ്, ഞാൻ പറഞ്ഞു തരാം മെയിനായിട്ട് ഇരുന്നിരുന്നത് ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത്, നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ടെസ്റ്റ് ഫ്രെയിം വേണം നമുക്കിത് ടൈപ്പ് ചെയ്യാൻ. അല്ല നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യട്ടെ, ഒറ്റ സിംഗിൾ ക്ലിക്കിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു വട്ടം, അതായത് അതിൻ്റെ വലിപ്പം കുറഞ്ഞ് കിടക്കുകയാണ്, ജസ്റ്റ് സിംഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കത് വർക്കാവുന്നില്ലെങ്കിൽ ഇതിനകത്ത് വലിപ്പം കുറഞ്ഞ് കിടക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ വർക്ക് ചെയ്യണ്ട. നിങ്ങൾ ഫ്രെയിം വരച്ച ശേഷം ടെസ്റ്റ് ഫ്രെയിം നിങ്ങൾ വരയ്ക്കാനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കർസർ വലിപ്പം കൂടി കിടക്കുകയാണ്. കാര്യം ഈ ഫ്രെയിം വളരെ ചെറുതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു 18 കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ചുമ്മാ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത ശേഷം ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബോക്സ് ഫ്രെയിം കാണാം. ആ ഫ്രെയിം കാണാൻ നേരം ഇതിലൊന്ന് ഇങ്ങനെ ഒരു കോർണറിൽ കാണിക്കാൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ വലിപ്പം ആ ഒരു ടെസ്റ്റ് ഫ്രെയിം അതുമായിട്ട് കാര്യം എത്രയാണോ ടെസ്റ്റ് അത്ര മാത്രമായിട്ട് ചുരുങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ Ctrl+Shift ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒന്ന് വലിപ്പം കൂട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഒരേപോലെ തന്നെ വലിപ്പം കൂടും. അതല്ലാതെയാണ് ഞാൻ വലിപ്പം കൂട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ ഫ്രെയിം മാത്രമേ വലിപ്പം കൂടത്തുള്ളൂ. ഓക്കെ, Ctrl+Shift കൂടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് വലിപ്പം ഒരുപോലെ തന്നെ കൂടുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടെസ്റ്റ് ഫ്രെയിം ഉപയോഗിക്കാതെ ടെസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇതിനകത്ത് ബ്രോഷറും അതുപോലെ തന്നെ മാഗസീനും ബുക്കുകളും, മെയിനായിട്ട് ബുക്കുകളൊക്കെ നമുക്ക് നിർമ്മിക്കാൻ നേരം ഒരുപാട് ടെസ്റ്റുകൾ വരും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചില ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്, ആളുകളുടെ രൂപത്തിനനുസരിച്ചൊക്കെ നമുക്ക് ടെസ്റ്റിന് റെഡിയാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് ഒരുപാട് ഉപയോഗം വരും. ഓക്കെ, അങ്ങനെ ഞാൻ പറയുന്നു. അടുത്തത് വരുന്നത് നമുക്ക് ഏറ്റവും ഉപയോഗമുള്ളതാണ് വിൻഡോയ്ക്കകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉപയോഗം ടെസ്റ്റിനെ അല്ലെങ്കിൽ ഇമേജിനെ അല്ലെങ്കിൽ ഷേപ്പുകളെ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റുകളാകുമ്പോൾ അതിൻ്റെ വലിപ്പം കൂട്ടുക, വലിപ്പം കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫില്ല്, കളറ് കാര്യങ്ങൾ, സ്ട്രോക്ക് അല്ലെങ്കിൽ എഫക്റ്റുകൾ, ഈ പറയുന്ന പോലെ
ക്യാരക്ടർ, അതായത് ഏത് ഫോണ്ടാണോ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ടിൻ്റെ ഇതൊക്കെ വരുമല്ലോ, റെഗുലർ ആണോ ബോൾഡ് ആണോ വരുന്നത്, അതിൻ്റെ വലിപ്പം, ഇല്ലെങ്കിൽ ലീഡിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇൻ കേസ് ഷേപ്പാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ മൂവ്, റൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, അതുപോലെ ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി തെളിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും, എഫക്റ്റുകൾ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ പ്രോപ്പർട്ടീസ്. അതപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇതേ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് പ്രോപ്പർട്ടീസാണ് ഈ മോളിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മറ്റേ കാര്യങ്ങൾ ഈ കാര്യങ്ങളില്ല, ഈ പറയുന്ന ഫോണ്ട് കാര്യങ്ങളും അല്ലാതുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് എക്സ് എന്ന് പറയുമ്പോൾ എക്സും വൈ എന്നൊക്കെ പറയാൻ നേരം ഈ ഒരു ഫ്രെയിം, ഈ ഒരു കാര്യങ്ങൾ കണ്ടോ, 1 2 3 4 5 6 അങ്ങനെയുള്ള ഈ രീതിയിലുള്ള ആ ഒരു ചെക്ക് ബോക്സുകൾ, ആ ഒരു ചെക്ക് ബോക്സാണ് ഈ ഒരു കാണിക്കുന്ന ഈ 9 എണ്ണം എന്ന് പറയുന്നത്. അത് അപ്പോൾ ഈ ഒരു മൂവ് ആകുന്നത് ഈ പോയിന്റ് അനുസരിച്ച്. ഈ പോയിന്റ് ഇവിടെ കിടക്കുന്ന വൈറ്റ് ഈ ഒരു കോർണറിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണർ, ഈ ടെസ്റ്റിൻ്റെ ഈ ഒരു കോർണർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 28.2 എന്ന് പറയുന്നത് ഈ ഒരു എഡ്ജ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള അകലമാണ്. ഓക്കെ, അപ്പം നടുക്ക് വരെയുള്ള അകലമാണെങ്കിൽ ഞാൻ ഈ നടുക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എന്ത്, ഇവിടെ 68ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു നടുക്ക് വരെയുള്ള അകലമാണ് ഈ പറയുന്ന 68 പോയിന്റ്. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ വരാൻ നേരം കറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ നേരമൊക്കെ ഇത് ഉപയോഗം നമുക്ക് വേണ്ടി വരും, റെഫറൻസ് പോയിന്റുകൾ. അതിനാണ് എക്സ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ളതോ അല്ല വലതിൽ നിന്ന് ഇടത്തോട്ടുള്ളതോ അങ്ങനെയുള്ള രീതിയിലും. വൈ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വൈയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ വിഡ്ത്തും ഹൈറ്റും, ഇപ്പോൾ ടെസ്റ്റ് ഫ്രെയിം ഒക്കെ വലിപ്പം കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വീതി മാത്രം കൂട്ടിയാൽ മതി, അങ്ങനെ നീളം മാത്രം സ്കെയിൽ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ ആംഗിള് ഷിയർ എന്ന് തന്നെ കമ്മെഴുത്തുക എന്നുള്ള രീതിയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അത് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് ഡിഗ്രി അനുസരിച്ച് കമ്മെഴുത്താം, റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം സെലക്ട് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാം, താഴോട്ട് വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും കാണിക്കുന്നുണ്ട് നോട്ട് ഫ്ലിപ്പഡ് എന്നുള്ള രീതിയിൽ ആ പി ഒരു നേരെ കിടക്കുന്നു, കണ്ടോ, ആ ഒരു രീതി കിടക്കുന്നു. അതേപോലെ അലൈൻ്റെ കാര്യങ്ങൾ കിടപ്പുണ്ട്. പിന്നെ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ ആ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര അളവുകളാണ്, ആ സ്ട്രോക്കിൻ്റെ തിക്ക് ഏതാണൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എഫക്റ്റുകൾ, ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒബ്ജക്റ്റിന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ഈ പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യണം. പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ല പെട്ടെന്ന് അതിൻ്റെ സ്ട്രോക്ക് കൊടുക്കണം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ല എഫക്റ്റ് കൊടുക്കണം, ഇല്ല അതിൻ്റെ തെളിച്ചം കുറയ്ക്കണം, ഇവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ നേരം തെളിച്ചം കുറയ്ക്കാനായിട്ട്. അപ്പം നമുക്ക് വാട്ടർമാർക്കൊക്കെ പോലെ രീതി കൊടുക്കണമെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിൻ്റെ ഈ റാപ്പ് ഒബ്ജക്ഷൻ, അതായത് ആളുകളുടെ രൂപത്തിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റുകളെ ടെസ്റ്റുകളെയൊക്കെ മാറ്റാൻ പറ്റും, അതിന് വേണ്ടിയൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ കോർണർ, ഇപ്പം നമ്മൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ കോർണറിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കോളമായിട്ട് ഇട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അതാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേജസ് എന്ന് പറയുന്നത്, ലെയർ എന്ന് പറയുന്നതും, പേജസ് വരാൻ നേരം ഇതിനകത്ത് മാസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും പഠിക്കേണ്ട ഒരു കാര്യമാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. അത് പറഞ്ഞുതരാം എന്തായാലും. അപ്പോൾ ഇതിനകത്ത് ഒരു പേജ് ഇവിടെ കിടപ്പുള്ളൂ. നമുക്ക് മറ്റേതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ പേജ് വേണമെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്ത ശേഷം വലിപ്പം, അതായത് അതിൻ്റെ എങ്ങനെയാണ് അത് തിരിഞ്ഞിരിക്കണം, ഏത് വലിപ്പമാണ് വേണ്ടത്, A4 വേണോ A3 അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ പേജുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്, ഇത് കണ്ടോ, ക്രിയേറ്റ് എ ന്യൂ പേജ് എന്നുള്ള രീതിയിൽ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് മാറ്റി കൊടുക്കാമെന്നാണ്, ലേഔട്ട് പേജസ് ആഡ് പേജ് എന്നുള്ള രീതിയിൽ. ഇല്ലേ ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഇടയിലോട്ട്, ഇപ്പോൾ ഒരു 10 പേജാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വരിക, ആ 10 പേജിൻ്റെ ഇപ്പോൾ 9ാമത്തെ പേജ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പേജ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസേർട്ട് പേജ് കൊടുക്കുക. അതാണ് ഇപ്പോൾ 9നും 10നും ഇടയിൽ ഒരു പേജ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻസേർട്ട് പേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജ് എത്ര പേജാണ് വേണ്ടത്, ഏത് പേജിന് ശേഷമാണ് എന്നുള്ള രീതിയിൽ ആ പേജ്, ഇപ്പോൾ 9ാമത്തെ പേജാണ് ഇവിടെ 9 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 9, ഇപ്പോൾ ഇവിടെ ഞാൻ 10 പേജൊന്നും ഇല്ല, അതുകൊണ്ടാണ് 2 പേജ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാസ്റ്ററിൻ്റെ കീഴെയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ബിഫോർ ആണെങ്കിൽ ബിഫോർ കൊടുക്കാൻ പറ്റും, അതൊക്കെ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ടിലാണ്, തുടക്കമാണോ എൻഡാണോ എന്നൊക്കെയുള്ള രീതി നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബുക്കിന് വേണ്ടിയുള്ള കുറച്ച് ഓപ്ഷൻസുകളാണ്. അതുപോലെ തന്നെ മാർജിനും കാര്യങ്ങളും, ഗൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പേജുകൾ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പേജസ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ആഡ് പേജ് എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ആ 3 പേജുകൾ വന്ന് പേജസ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്പർ കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്ന ഓപ്ഷനുകൾ ലെയർ, സാധാരണ രീതിയിൽ മറ്റേ ഈ ഇലിസ്ട്രേറ്ററിനകത്ത് എന്താണോ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ലെയറുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെയറുകൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നാൽ മാത്രം കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പേജിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യും, ഇപ്പോൾ ഈ പേജിനകത്ത് സെലക്ട് ആയി കിടക്കുന്ന 2ാമത്തെ പേജ്, അതെങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജസിനകത്ത് ഈ പാനലൊന്ന് വലുതാക്കാനായിട്ട് ഈ ആരോ മാർക്ക് കാണിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഹോൾഡ് ചെയ്തുകൊണ്ട് താഴോട്ട് കാണിക്കുക.
അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഈ ബ്ലൂ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ബ്ലൂ ഇവിടെ കാണിക്കുന്നതുകൊണ്ട് പേജ് 2 ആണ് സെലക്ട് ആകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും സെലക്ട് ആകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുക, അത് മാത്രമായിട്ടൊന്ന് സൂം ഇൻ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ 3ാമത്തെ പേജിലാണ് നമ്മൾ വരയ്ക്കുന്നത്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, 1ാമത്തെ പേജാണ് 1ാമത്തെ പേജ്. അപ്പോൾ അത് കണ്ടോ, 1ാമത്തെ പേജ് ടൈപ്പ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പേജ് ഡിലീറ്റ് ചെയ്യണം, അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ മാസ്റ്ററിനെ കുറിച്ച് ഒരു കാര്യം മാത്രം പറയാം. നിങ്ങൾക്ക് ഒരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യം ഇത് ഇതിനകത്ത് മാത്രമേ വന്നിട്ടുള്ളൂ കണ്ടോ, ബാക്കിയുള്ള പേജുകളിനകത്തൊന്നുമില്ല. അപ്പോൾ എല്ലാ പേജുകളിലും ആ ഒരു ഡിസൈൻ വരേണ്ടിയിരുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം ഇതിനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പം എഴുതി നിൽക്കുന്നുണ്ടോ, അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യും, എല്ലാത്തിനകത്തും വരണമെങ്കിൽ എ മാസ്റ്ററിന് എഴുതിയേക്കുന്നതിനകത്ത്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം അപ്പോൾ അത് ആക്റ്റീവായി. അപ്പോൾ അങ്ങനെ മനസ്സിലായി, ഇവിടെ ബ്ലൂ കാണിക്കുന്നുണ്ട് കണ്ടോ. അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ പേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ 1 2 ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രിവ്യൂവിനകത്ത് കാണാം കണ്ടോ. അപ്പോൾ ഒരേ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഏതെങ്കിലും പേജിനകത്ത് ആ ഒരു ഡിസൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ ആ പേജിനെ എയിൽ നിന്ന് കളഞ്ഞാൽ മതിയാകും. അല്ല, വേറെ ഓപ്ഷനുകളുണ്ട്. എന്തായാലും ഇപ്പം ആ പേജിൽ നിന്ന് കളയാനായിട്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പം നോൺ അല്ലെങ്കിൽ നൺ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിനെ മാറ്റണം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ മാസ്റ്റർ ടു പേജ്, എ മാസ്റ്റർ മാറ്റിയിട്ട് നണ്ണാക്കി കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പേജിനകത്ത് 3ാമത്തെ പേജിനകത്ത് മാത്രമില്ല 2ാമത്തെ പേജിനകത്തോട്ട് നമുക്ക് കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ നണ്ണാക്കി കൊടുക്കാനായിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മാസ്റ്റർ പേജ്, അപ്ലൈ മാസ്റ്റർ പേജ് മാറ്റിയിട്ട് ആ പേജിന് കീഴിലല്ല, എക്ക് കീഴിലല്ല 3 എന്ന് കിടക്കുന്നതെന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പേജിനകത്ത് മാത്രം ആ ഓപ്ഷൻ വരത്തില്ല, ബാക്കിയുള്ളതിനകത്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ചുരുക്കം പറഞ്ഞ മാസ്റ്റർ. ഞാനത് കൂടുതൽ എങ്ങനെ അത് വർക്ക് ചെയ്യിപ്പിക്കപ്പെടാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമ്മളിപ്പോൾ നിർത്തുന്നു. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.